ഓൾ കേരള ഓട്ടോ കൺസൾട്ടൻസ് വർക്കേഴ്സ് അസോസിയേഷൻ CITU സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തി. ഓട്ടോ കൺസൾട്ടന്റിനെ തൊഴിലാളിയായി അംഗീകരിക്കുക, ലൈസൻസ് സമ്പ്രദായം ഏർപ്പെടുത്തുക, നിർത്തലാക്കിയ കൗണ്ടറുകൾ പുനഃസ്ഥാപിക്കുക, ഫൈനുകൾ അടയ്ക്കുന്നതിന് ഏർപ്പെടുത്തിയ OTP സംവിധാനം ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഓൾ കേരള ഓട്ടോ കൺസൾട്ടൻസ് വർക്കേഴ്സ് അസോസിയേഷൻ CITU സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തി. കോൺഫെഡറേഷൻ ഓഫ് ഓട്ടോ വർക്കേഴ്സ് കേരള പ്രസിഡന്റ് കടകംപള്ളി സുരേന്ദ്രൻ MLA ധർണ ഉദ്ഘാടനം ചെയ്തു. CITU സംസ്ഥാന സെക്രട്ടറിയും സംഘടനയുടെ പ്രസിഡന്റുമായ KN ഗോപിനാഥ്, CITU സംസ്ഥാന സെക്രട്ടറി CK ഹരികൃഷ്ണൻ, CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് R രാമു, മുൻ MLAയും സംഘടനയുടെ വർക്കിംഗ് പ്രസിഡന്റുമായ AM യൂസഫ് തുടങ്ങിയവർ സംസാരിച്ചു. അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വന്തമായ തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. അത് ഏറിയ കൂറും ആളുകൾ തൊഴിൽ കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കുന്നത് മോട്ടോർ മേഖലയിലാണ്. അത് കേരളത്തിന്റെ മാത്രം പ്രത്യേകതയല്ല, നമ്മുടെ രാജ്യത്തിന്റെ തന്നെ സവിശേഷമായിട്ടുള്ള പ്രത്യേകതയാണ്. കാർഷിക മേഖല കഴിഞ്ഞാൽ, കൃഷിക്കാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പണിയെടുക്കുന്ന മേഖല എന്ന് ചോദിച്ചാൽ മോട്ടോർ മേഖല തന്നെയാണ്. പെട്ടിയാട്ടോ മുതൽ 24-30 വീലുകളുള്ള വലിയ ട്രക്കുകൾ വരെയുള്ള ദശലക്ഷക്കണക്കായിട്ടുള്ള വാഹനങ്ങളിൽ പണിയെടുക്കുന്ന കോടിക്കണക്കായിട്ടുള്ള തൊഴിലാളികളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ തൊഴിൽ മേഖലയുടെ സജീവമായിട്ടുള്ള സമ്പത്ത് എന്ന് പറയുന്നത്. പക്ഷെ അവരെ വേണ്ടവണ്ണം പരിഗണിക്കാൻ, അവരുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾ കേൾക്കാൻ, അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനം സ്വീകരിക്കാനായിട്ട് ഗവൺമെന്റുകൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു പോരായ്മയുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റിന് സാധിക്കുന്നില്ല, സംസ്ഥാന ഗവൺമെന്റുകൾക്കും സാധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ എണ്ണം പോലും കൃത്യതയോടുകൂടി പറയാൻ ആർക്ക് സാധിക്കുന്നില്ല. എല്ലാ നിയമസഭകളിലും നിയമസഭാ സമ്മേളന കാലയളവിലും ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ഒരു കണക്കെടുക്കാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് ശേഖരിച്ചു വരുന്ന വിവരങ്ങൾ എന്നുള്ള ഒഴുക്കൻ മറ്റുള്ള മറുപടി അല്ലാതെ കൃത്യമായിട്ടൊരു കണക്കെടുക്കാൻ ഇനിയും സാധിച്ചില്ല. ഒരുപാട് ലക്ഷം ആളുകൾ പണിയെടുക്കുന്ന ഒരു മേഖലയാണ്. ആ മേഖലയിൽ നിങ്ങളിപ്പോ വിവിധ RTO ഓഫീസുകളുമായിട്ട് ബന്ധപ്പെട്ട് പണിയെടുക്കുന്ന 10,000 പേര് കഴിഞ്ഞാൽ നിങ്ങളോടൊപ്പം തന്നെ പണിയെടുക്കുന്ന വേറെയും ആയിരക്കണക്കായിട്ടുള്ള ആളുകൾ ജീവസന്ധാരണം നടത്തും. വേണമെങ്കിൽ 10,000-10,000 ആളുകൾ ജീവിക്കുന്നത് ഈ മേഖല കൊണ്ടാണെന്ന് പറയാൻ സാധിക്കും. അപ്പൊ 10,000 കുടുംബങ്ങളുടെ അത്താണിയായിട്ട് നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു മേഖലയെ എങ്ങനെ ശാസ്ത്രീയമായിട്ട് പുനഃസംവിധാനം ചെയ്യാം? പഴയ കാലത്തെ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്നത്തെ പുതിയ സാങ്കേതികമായിട്ടുള്ള പുതിയ അവസ്ഥകൾ നമ്മുടെ എല്ലാ രംഗത്തും വന്നു കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിയിൽ ഇതിനെ ശാസ്ത്രീയമായിട്ട് എങ്ങനെ പുനഃക്രമീകരിക്കാം, പുനഃസംവിധാനം ചെയ്യാം? ഇതിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരെ തൊഴിലാളികളായിട്ട് എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും? അവരുടെ സേവന വ്യവസ്ഥകൾ എങ്ങനെയാകണം? അവരുടെ വേതന ഘടന എങ്ങനെയുള്ളതാകണം? എല്ലാറ്റിനെ സംബന്ധിച്ചിടത്തോളം കൃത്യതയോടുകൂടിയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ നമ്മുടെ സംസ്ഥാനത്തിലെ ഗവൺമെന്റ് സംവിധാനം അതിന് സാധിക്കേണ്ടതാണ്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ഒരു നിലപാട് സംഘടന എന്നുള്ള നിലയിൽ ഇപ്പോൾ പ്രക്ഷോഭത്തിന്റെയും സമരത്തിന്റെയും പാതയോടൊപ്പം തന്നെ അനുരഞ്ജനത്തിന്റെ പാത കൂടെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഞാൻ ഡിമാൻഡുകളുടെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. പ്രിയപ്പെട്ട നേതാക്കന്മാരുടെ നിങ്ങളോട് സംസാരിക്കും. ഈ ഇവിടെ കൺസൾട്ടൻസ് നേരിടുന്നതായിട്ടുള്ള മാനസികവും സാമ്പത്തികവും മറ്റു തരത്തിൽ ഉള്ളതുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഗവൺമെന്റ് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും അടിയന്തര പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനും കോൺഫെഡറേഷനും അതുപോലെ തന്നെ CITUവും അതിന് ആവശ്യമായിട്ടുള്ള നേതൃത്വം നൽകും. വളരെ പെട്ടെന്ന് തന്നെ ഇവയ്ക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി പരിശ്രമിക്കാം. തൊഴിൽ വകുപ്പ് മന്ത്രിയുമായിട്ടും ഇക്കാര്യം സംസാരിക്കാം. ആവശ്യമായിട്ടുള്ള ഒരു നിലപാട് സംഘടന എന്നുള്ള നിലയിൽ ഇപ്പോൾ പ്രക്ഷോഭത്തിന്റെയും സമരത്തിന്റെയും പാതയോടൊപ്പം തന്നെ അനുരഞ്ജനത്തിന്റെ പാത കൂടെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഞാൻ ഡിമാൻഡുകളുടെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. പ്രിയപ്പെട്ട നേതാക്കന്മാരുടെ നിങ്ങളോട് സംസാരിക്കും. ഈ ഇവിടെ കൺസൾട്ടൻസ് നേരിടുന്നതായിട്ടുള്ള മാനസികവും സാമ്പത്തികവും മറ്റു തരത്തിൽ ഉള്ളതുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഗവൺമെന്റ് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും അടിയന്തര പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനും കോൺഫെഡറേഷനും അതുപോലെ തന്നെ CITUവും അതിന് ആവശ്യമായിട്ടുള്ള നേതൃത്വം നൽകും.